പന്നിക്ക് തീറ്റ കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. പന്നിക്ക് തീറ്റ കൊടുക്കാൻ കൊണ്ടുപോകണം ഫുഡാണെങ്കിൽ കാശ് ഇങ്ങടല്ലേ തരേണ്ടത്, അങ്ങടല്ലല്ലോ കൊടുക്കേണ്ടത്. ഫസ്റ്റ് എടുക്കണേ, എവിടെ ഫില്ല് ചെയ്യണേ, എവിടെ കൊണ്ടുപോയി തട്ടണേന്ന് നോക്കിയതാണ്. എൻ്റെ വീട്ടിൽ ചേട്ടാ അല്ല ഓടണ്ട, ഡ്രൈവറോടൊരു കാര്യം ചോദിക്കാനാണ്. ഏത് ഇതെവിടെയാ സംസ്കരിക്കണ എവിടെയാ? ചേട്ടാ ഇത് കൊണ്ടുപോകണം എങ്ങടെ ചേട്ടാ? മൂലമറ്റം ഇടുക്കി. എപ്പോഴാ പോണ? പോവാ മൂലമറ്റം. ആരാ വേണം? ചേട്ടാ സംസ്കരിക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തായി? ഞാനേ ഈ സംസ്കരിക്കണ പരിപാടി എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ സംസ്കരിക്കണ എവിടെയാണെന്ന് അറിയണ്ടേ? അതെവിടെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പുറകെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചായിരുന്നു. അറിയില്ല, അറിയണമല്ലോ, ഇതെവിടെ സംസ്കരിച്ചെന്ന് അറിയണ്ടേ? ഡെയിലി എന്തുകൊണ്ടാണ് ഫുഡ് വേസ്റ്റ് എടുക്കാത്തതെന്ന് അറിയണ്ടേ? അറിയണോ? നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റണ്ട. ഇവിടെ കൊണ്ടുവന്ന് 1.5 ഡെയിലിയൊക്കെ ഫില്ല് ചെയ്യണ്ട. നമസ്കാരം. എൻ്റെ വീട്ടിൽ നിന്നടക്കം 1.5 2 ദിവസവും 3 ദിവസവും കൂടുമ്പോഴേ ഫുഡ് വേസ്റ്റ് എടുക്കാറുള്ളൂ. ഫുഡ് വേസ്റ്റാണ് നീ കയറ്റിക്കൊണ്ട് പോകുന്നത്. എന്തായാലും ഫുഡ് വേസ്റ്റ് എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്താണ് സംസ്കരിക്കുന്നതെന്നും എങ്ങനെയാണ് സംസ്കരിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിന് പ്രാപ്തിയുണ്ടോ? ഇത് സംസ്കരിക്കാനുള്ള ചെറിയ പ്ലാന്റാണോ വലിയ പ്ലാന്റാണോ, എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും വീട്ടിൽ വന്ന് കൃത്യമായിട്ട് എടുക്കാത്തതെന്നും ഒക്കെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ബാക്കി പറയാം. എൻ്റെ വീട്ടിൽ നിന്ന് അടക്കം 2-3 ദിവസം കൂടുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണത്? നമുക്ക് അങ്ങോട്ട് പോവാന്ന്. എന്തായി? എന്താ വിശേഷം? കാണാറില്ല, ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഞാൻ മുനിസിപ്പാലിറ്റിയിലില്ലേ ഇടയ്ക്കിടയ്ക്ക്? ഞങ്ങളുടെ തൊഴിലാളികളെല്ലാത്തും ഇവിടെ സംസാരിക്കേണ്ടി വരും. ഏത്? എല്ലാ തൊഴിലാളികളും ഇവിടെ മൂടേണ്ടി വരും. ഞങ്ങളുടെ തൊഴിലാളിയൊക്കെ എല്ലാത്തിനും ഫില്ല് വേഗത്തിൽ ഫില്ല് പോട്ടെ. ഇത് ചെറിയ വണ്ടി അല്ലായിരുന്നല്ലോ, വലിയ വണ്ടി ആയിരുന്നല്ലോ. ഓ, ഇതെങ്ങടാ വേണ? ഇത് കൊണ്ടാ ഇന്ന് ഡ്രമ്മില്ലാന്നാ ഫില്ല് ചെയ്യാനാ? ഓ, ലോറിയും ഉണ്ട് കണ്ടില്ലേ? ലോറിയുണ്ട്. അത് മാത്രമല്ല, വലിയ വണ്ടിയുണ്ട്. ഫില്ല് ചെയ്തിട്ടേ ഇത് എവിടെയാണ് കൊണ്ടുപോയി സംസ്കരിക്കണതെന്നൊന്ന് അറിഞ്ഞിട്ടേ നമ്മൾ ഇന്ന് വീട്ടിൽ പോകണുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വാശി. കാരണം തോന്നുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് വന്നെടുത്താൽ നാളെ വന്നെടുക്കൂല. നിങ്ങൾക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുമോ നോക്കിയേ. മൂക്കിൽ മറ്റേ പഞ്ഞു കുത്തിക്കയറ്റി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരും. അത്രയും പവറാണ് ആ സ്മെല്ല്. എന്നിട്ടാണ് ഇവർ ഫുഡ് വേസ്റ്റ് 1.5 2 ദിവസം 3 ദിവസം ഒരാഴ്ച കൂടുമ്പോൾ വരെ വന്നെടുക്കണത്. എന്താ ഇവരുടെയൊക്കെ വീട്ടിൽ കൊണ്ട് വെക്ക്, കൗൺസിലറുടെ വീട്ടിൽ കൊണ്ട് വെക്കട്ടെ. ഇതേപോലെ കൗൺസിലറുടെ വീടിൻ്റെ അവിടെ കൊണ്ടു നോക്കട്ടെ? പറ്റൂല്ലോ. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ആ വിഷയവും. എന്തായാലും നമുക്ക് ഈ വണ്ടിയും കിടപ്പുണ്ട്, വണ്ടിയും കിടപ്പുണ്ട്. ഏത് വണ്ടിയുടെ പുറകെ ആണെങ്കിലും നമ്മളിന്ന് എവിടെയാണ് കൊണ്ടുപോയി സംസ്കരിക്കണതെന്ന് നമ്മളറിയാണ്ട് നമ്മൾ പോണില്ല എന്നുള്ളതാണ് എൻ്റെ വാശിയാണ്. അല്ലെങ്കിൽ കൗൺസിലർ പറയട്ടെ, ബോസ്കോ നിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഞാൻ ഡെയിലി കൊണ്ടുവന്ന്
മുനിസിപ്പാലിറ്റി വന്ന് വാരിയില്ലെങ്കിലും ഞാൻ വീട്ടിൽ കൊണ്ട് അവിടെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുമെന്ന് അവൻ പറഞ്ഞാൽ മാത്രം മതി. എൻ്റെ വീടിൻ്റെ മുറ്റത്തോ പറമ്പിലോ എവിടെയാണെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടോ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഏറ്റവും വികസിത രാജ്യമാണ് ദുബായ്. ദുബായിൽ പോലും റോഡിൽ വേസ്റ്റ് ബിന്ന് വെക്കാനായിട്ട് റോഡിൻ്റെ സൈഡിൽ വേസ്റ്റ് ബിന്ന് വെക്കുകയും അതിനകത്താണ് കൃത്യമായിട്ട് വേസ്റ്റ് ബിന്നിലാണ് ആ വേസ്റ്റുകൾ കൊണ്ടുവന്നിടുകയും അത് രാത്രിക്ക് രാത്രി സംസ്കരിക്കുകയും ചെയ്യുന്നത്. ഇവിടെയോ നിങ്ങൾ റോഡിൽ എവിടെയെങ്കിലും ഒരു വേസ്റ്റ് ബിന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കേരളത്തിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള ഓരോ റോഡിലും നിങ്ങൾ നോക്കിക്കോ, വേസ്റ്റ് ബിന്നില്ല, ഒന്നുമില്ല. വേസ്റ്റ് പുറത്തെറിഞ്ഞ കേസാണ്. ഇതാ റോഡിൻ്റെ സൈഡിലോട്ട് പോയി നോക്കിയേ, കംപ്ലീറ്റ് വേസ്റ്റുമാണ്. വീട്ടിൽ ഫുഡ് വേസ്റ്റ്, ഇന്നത്തെ ഫുഡ് വേസ്റ്റ് നാളെ വൈകുന്നേരം വരെ വെക്കാൻ പറ്റൂല, ചീഞ്ഞ് നാറും. ഇതിനകത്ത് ആരാന്ന് വെച്ചാൽ തീരുമാനം ഉണ്ടാക്കട്ടെ, എവിടെയാണ് കൊണ്ടുപോയി സംസ്കരിക്കണമെന്ന് ഞാനും ഒന്ന് കാണട്ടെ. ഇത് ചെറുതാണോ വലുതാണോ, ഇവർക്ക് കൊടുത്തേക്കണ ലൈസൻസ് എവിടെ നിന്നാന്നൊക്കെ ഞാനും ഒന്ന് അറിയട്ടെ. എന്താണ് ഇതിൻ്റെ ഇടപാടെന്ന് നമുക്ക് അറിയണ്ടേ. ഇത് സാധാരണഗതിയിൽ പന്നി ഫാമിലേക്കാണ് പോകണമെന്നാണ് പറഞ്ഞത്. പന്നി ഫാമിലേക്ക് ഫുഡ് പോകുമ്പോൾ കാശ് ഇങ്ങോട്ടല്ല തരേണ്ടത്, നഗരസഭ എന്തിനാ അങ്ങോട്ട് കൊടുക്കണത്? അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാശ് ഇങ്ങോട്ടല്ലേ വരേണ്ടത്, ഇങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് പോകണം എന്തിനാ? ആ സാധനത്തിന് ആ ഫുഡ് വേസ്റ്റ് കയറ്റിയതിന് അവന്മാർ ആദ്യം പോണത് ബ്രിഡ്ജിലേക്കാണ് കിലോയ്ക്ക് തൂക്കാനായിട്ട്. 4 രൂപ 50 പൈസക്കാണ് അവരായിട്ടുള്ള കച്ചവടം ഒരു കിലോയുമ. ആ വണ്ടിയുമ്പോൾ മിനിമം ഒരു 1.5 ടണ്ണുണ്ടാവും. അതായത് 1500 കിലോ. 1500 കിലോനെ 5 രൂപ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്ക്, അപ്പോൾ ആ കണക്ക് എത്രയാണെന്ന് മനസ്സിലാവും. ഇനി ഇവിടം കൊണ്ട് തീരില്ല. ദേ അടുത്ത സാധനം നോക്കിയേ, എക്കോ ക്ലീൻ പ്രോജക്റ്റ്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഒരു 10-12 ടണ്ണ് കയറും. എത്ര വീലുണ്ട്? 6 വീല്. 6 വീലിന് 10 ടണ്ണ് കയറിക്കുമോ? അങ്ങനെയാണെങ്കിൽ പോലും 10 ടണ്ണിനാവുമ്പോൾ എത്ര രൂപയായി? ഒരു ടണ്ണെന്ന് പറയുന്നത് 1000 കിലോ. അങ്ങനെയാണെങ്കിൽ 10000 കിലോ. 10000 × 5 എത്രയെന്ന് കണക്കൂട്ടി നോക്കിയേ. ഇതെവിടെ കൊണ്ട് സംസ്കരിക്കണത്? തോന്നണ പോലെ സംസ്കരിക്കാൻ പറ്റുമോ? പന്നിക്ക് തീറ്റ കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. പന്നിക്ക് തീറ്റ കൊടുക്കാൻ കൊണ്ടുപോകണ ഫുഡാണെങ്കിൽ കാശ് ഇങ്ങടല്ലേ തരേണ്ടത്, അങ്ങടല്ലല്ലോ കൊടുക്കേണ്ടത്. എന്തായാലും ഈ കാര്യങ്ങൾ എവിടെ സംസ്കരിക്കണമെന്നൊന്ന് കാണട്ടെ. വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പുറകെ പോവാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം.